മസ്കറ്റ് നൈറ്റ്സിന് ജനുവരി 1 മുതൽ തുടക്കമാകും. ഒരു മാസം നീളുന്ന ആഘോഷ പരിപാടികൾ. രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാര നടപടികളിൽ സാമൂഹിക ബോധവൽക്കരണം വേണമെന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ജബൽ സംഹാനിൽ പർവ്വത മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ പൗരനെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒരു മാസം നീളുന്ന ആഘോഷത്തിനായി മസ്കറ്റ് നഗരം ഒരുങ്ങുന്നു. സാംസ്കാരിക വിനോദ കായിക പരിപാടികൾ സമ്മേളിക്കുന്ന മസ്കറ്റ് നൈറ്റ്സ് 2026 ജനുവരി 1 മുതൽ 31 വരെയാണ് നടക്കുക. ശീതകാല സീസണിനെ ലക്ഷ്യമിട്ടുള്ള പരിപാടികളിലൂടെ മസ്കറ്റ് ഗവർണറേറ്റ് മുഴുവൻ ഉത്സവാന്തരീക്ഷമാണ് ഒരുക്കുന്നത് എന്ന് സംഘാടകർ വ്യക്തമാക്കി. മസ്കറ്റ് നൈറ്റ്സിന്റെ വിശദാംശങ്ങൾ അധികൃതർ പുറപ്പെടുവിച്ചു. ഖുറം നേച്ചർ പാർക്ക്, ആമീറാത്ത് പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, റോയൽ ഓപ്പറ ഹൗസ്, സീപ്പ് ബീച്ച്, ഖുറിയാത്ത് വിലായത്ത്, വാദി അൽ ഖൂത്ത് എന്നിവയെ കൂടാതെ വിവിധ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളും പരിപാടികൾക്ക് വേദിയാകും. മസ്കറ്റ് നൈറ്റ്സ് 2026 സിറാജ് എന്ന പ്രത്യേക കഥാപാത്രത്തെ അവതരിപ്പിക്കും. അൽ ഖുറം പാർക്കിലെ തടാകം സംഗീതവും വെളിച്ചവും ഒത്തുചേരുന്ന വാട്ടർ ഫൗണ്ടൻ ഷോ കൊണ്ട് വർണ്ണവിസ്മയം തീർക്കും. ഖുറം നേച്ചർ പാർക്കിൽ ഓരോ രാത്രിയും മസ്കത്തിന്റെ സാംസ്കാരിക കലാപ്രതീകങ്ങളെ ആസ്പദമാക്കിയ ഡ്രോൺ ലൈറ്റ് ഷോകൾ നടക്കും. കായിക പരിപാടികളിൽ സൈക്ലിംഗ്, എൻഡ്യൂറൻസ് മത്സരങ്ങൾ, ഷൂട്ടിംഗ് ഉൾപ്പെടെയുണ്ടാകും. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനും വാദി അൽ ഖൗദും യുവജനങ്ങളെ ലക്ഷ്യമിട്ട് സാഹസിക പരിപാടികൾക്ക് വേദിയാകും. പുതിയ രൂപകൽപ്പനയോടെ മസ്കറ്റ് നൈറ്റ്സിൽ പൈതൃക ഗ്രാമം തിരിച്ചെത്തും. അൽ ഖുയർ സ്ക്വയറിൽ ഒമാൻ ഡിസൈൻ വീക്ക് സംഘടിപ്പിക്കും. ദേശീയ വിഷയങ്ങളും രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളും സംബന്ധിച്ച് സമൂഹത്തോട് വ്യക്തവും സുതാര്യവുമായ ആശയവിനിമയം അനിവാര്യമാണെന്ന് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പറഞ്ഞു. തിങ്കളാഴ്ച സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാനും അംഗങ്ങളുമായി അൽ ബറക്ക കൊട്ടാരത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു സുൽത്താൻ. ദേശീയ തലത്തിലെ മുൻഗണനാ കാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ശക്തമായ ഏകോപനവും കാര്യക്ഷമമായ നടപ്പാക്കൽ സംവിധാനങ്ങളും അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്റ്റേറ്റ് കൗൺസിൽ വഹിക്കുന്ന പങ്കിനെ സുൽത്താൻ പ്രശംസിച്ചു. നിർദ്ദേശങ്ങളും ശുപാർശകളും പ്രായോഗിക തലത്തിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം കൗൺസിലിനെ ഓർമ്മിപ്പിച്ചു. ദേശീയ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിലും പൊതുജന വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിലും സാമ്പത്തിക, സാമൂഹിക വികസന മേഖലകളിലുടനീളം സമഗ്ര പുരോഗതി ഉറപ്പാക്കുന്നതിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിന് പങ്ക് സുൽത്താൻ വിശദീകരിച്ചു. ഡോഫാർ ഗവർണറേറ്റിൽ ജബൽ സംഹാനിൽ പർവ്വത മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ പൗരനെ ഒമാൻ റോയൽ എയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഞായറാഴ്ചയാണ് സംഭവം. അപകട വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈനിക ഹെലികോപ്റ്റർ എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാസംഘം സ്ഥലത്തെത്തി പരിക്കേറ്റയാളെ കണ്ടെത്തി. തുടർന്ന് ആവശ്യമായ ചികിത്സയ്ക്കായി സലാലയിലെ മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി സർവീസസ് മെഡിക്കൽ സിറ്റി ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്ററിൽ മാറ്റി. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദ കൂട്ട് ഒമാൻ ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് മനോജ് നരിയംപുള്ളിയുടെ അധ്യക്ഷതയിൽ മസ്കറ്റ് റൂവിയിലെ ഗാലക്സി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ഫൈസൽ വലിയകത്തിനെ പുതിയ പ്രസിഡന്റായും ആഷിഖ് മുഹമ്മദ് കുട്ടിയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. മനോജ് നരിയംപുള്ളിയാണ് ട്രഷറർ. ഗ്ലോബൽ കോർഡിനേറ്റർ മുഹമ്മദ് യാസിനാണ്. രക്ഷാധികാരിയായി മുഹമ്മദ് ഉണ്ണി എന്നിവരെയും തിരഞ്ഞെടുത്തു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.